ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. കൂരിയാട് മുതൽ പൂക്കിപ്പറമ്പ് വരെ ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് NH66 വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെനക്കൽ മുതൽ പുത്തനത്താണി വരെ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ കുറേ മാറ്റങ്ങളാണ് ഇന്ന് ഹൈവേയിൽ വന്നിട്ടുള്ളത് കാണിക്കുന്നത്. പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള വർക്കുകൾ വളരെ വേഗത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗത്തുള്ള വീഡിയോകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആളുകൾ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾ കമൻറ്റ്സുകൾ എഴുതുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ട് അറിയിക്കുക. പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് പേര് കമൻറ്റുകൾ എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കക്കാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. കക്കാട് ഭാഗത്തേക്ക് വെറുതെ ഈ റോട്ടിലേക്കൊന്ന് ഞാൻ കയറിയിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കൊന്ന് കുറച്ച് പോയതിന് ശേഷം നമ്മൾ കൂരിയാട് ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. കൂരിയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്ററോളം നമുക്ക് മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ലൈൻ മാർക്കിംഗ് ചെയ്തത് പുതുതായിട്ട്. ഒരുവിധ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ലൈൻ മാർക്കിംഗ് വളരെ വേഗത്തിൽ ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട്. റോഡിൻ്റെ വർക്ക് കഴിയുന്ന ഭാഗത്ത് എല്ലാ ഭാഗത്തും ഫിനിഷിംഗ് വർക്കുകൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NH66 വർക്ക് മെയ് അവസാനത്തോടെ വർക്ക് തീർക്കാനാണ്. അതുകൊണ്ട് വളരെ വേഗത്തിലാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. നമുക്ക് കാണാം ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് വേറൊരു രീതിയിലാണ്, ഒറ്റ ലൈനായിട്ട് മാത്രമാണ് വരച്ചിട്ടുള്ളത്, കട്ടാക്കിയിട്ടില്ല. ഇങ്ങനെ വളവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ലൈൻ മാർക്കിംഗ് ചെയ്യുമ്പോൾ ഒന്ന് വര നീട്ടിയാണ് വരക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കൂരിയാട് ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. കൂരിയാട് ഭാഗത്താണ് ഈ ലൈൻ മാർക്കിംഗ് അവസാനിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലൂടെ നമ്മൾ പൂക്കിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് വരെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ട പോലെ ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടില്ല. ഈ മെർജിങ് പോയിൻ്റ് വരുന്ന ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ പിന്നീടായിരിക്കും ചെയ്യുക. അവിടെ യെല്ലോ കളറിലുള്ള വരകളാണ് വരയ്ക്കുക. മെർജിങ് പോയിൻറ്റിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം സൈഡിലേക്ക് ഫിനിഷിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണുകളൊക്കെ റോട്ടിലേക്ക് തട്ടിയിട്ട് കാണാം. അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കാണുന്നത്. ഇപ്പം നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. അടിഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ട് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടുകൂടലൊക്കെ അതുപോലെ കുടിയിരിക്കൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വീട്ടിൽ പല വർക്കുകൾ ഒരേ സമയത്ത് നടക്കുന്നത് പോലെ പല രീതിയിലുള്ള വർക്കുകളും പല ഭാഗത്തും നടക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. കുറേ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ചെയ്യുന്നു, അതുപോലെ ലൈറ്റിൻ്റെ കാലുകൾ വെക്കുന്നു. പുതുതായി ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നത് ബോർഡുകൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേരുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല വർക്കുകളും പുതുതായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇപ്പോൾ കക്കാട് ഭാഗത്തുനിന്ന് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കയറി വന്നു എന്ന് ഉദ്ദേശിച്ച് ചെറിയൊരു കയറ്റം പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുക. ഈ ഭാഗത്ത് നമുക്ക് കാണാം മെർജിങ് പോയിൻ്റ് ഉണ്ട്. കക്കാട് ഭാഗത്തുനിന്ന് നമ്മുടെ ഹൈവേയിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് മെർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കരിമ്പിൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കരിമ്പിൽ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു 100 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും ലൈൻ മാർക്കിംഗ് കാണാം. ഇങ്ങനെ 100 മീറ്റർ വിട്ടിട്ടാണ് മെർജിങ് പോയിൻ്റ് വരുന്ന ഭാഗത്തൊക്കെ ഇവർ ലൈൻ വരച്ചിട്ടുള്ളത്. അത് പിന്നീട് വരക്കുമായിരിക്കും. ലൈൻ മാർക്കിംഗ് അവിടെ നടക്കുമായിരിക്കും. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിയുന്നുണ്ട്. വളരെ കുറഞ്ഞ മാസങ്ങളാണ് ഇനിയുള്ളത് വർക്കിൻ്റെ അവസാനം. ഈ ഭാഗത്ത് കരിമ്പിൽ ഭാഗം കഴിഞ്ഞ് വരുന്ന കാച്ചടി പറഞ്ഞ ഒരു ഭാഗമാണിത്. ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട്. ഇവിടെ മെർജിങ് പോയിൻ്റ് ഒന്നുമില്ല. ചിലപ്പം ഈ ഭാഗത്തൊക്കെ നീട്ടിയുള്ള ഒരു വല യെല്ലോ കളറിലായിരിക്കും. അത് വാഹനങ്ങൾക്ക് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു ഭാഗത്തെ ആണ്. ചെറിയ വളവുകളൊക്കെ ഉള്ള ഭാഗത്ത് ഇങ്ങനെയുള്ള മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വീണ്ടും നമ്മൾ ലൈൻ മാർക്കിംഗ് ഉള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി വെന്നിയൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. വെന്നിയൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ഭാഗം. അവിടെയൊക്കെ ഇപ്പോൾ ഹൈവേ മുകളിലൂടെ കടന്നു പോകാൻ തുടങ്ങിയതുകൊണ്ട് ബ്ലോക്കൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു സ്റ്റോറിങ് ഭാഗം. വർക്കിൻ്റെ ആവശ്യങ്ങൾക്കുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഹൈവേയിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട്
നല്ല രീതിയിൽ ആളുകൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിലുള്ള യാത്രകൾ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുനിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഏകദേശം വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിൽ എത്താറായിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് നമുക്ക് നിർത്തിയിട്ട് നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായതിൻ്റെ ഒരു സ്ഥലം. ഇതാണ് വെന്നിയൂർ അണ്ടർപാസ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വളരെ വീതി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതാണ് കണ്ടില്ലേ, ഇപ്പോഴും വേണ്ടത്ര ഒരു നല്ല രീതിയിലേക്ക് മാറിയിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് വന്നിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ഒരു വീതി തോന്നുന്നില്ല. വാഹന ഗതാഗതത്തിൻ്റെ ഒരു ബ്ലോക്കൊക്കെ നല്ലപോലെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെന്നിയൂർ ഭാഗത്തു നിന്നുള്ള ഒരു താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയാം. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പൂക്കിപ്പറമ്പ് ഭാഗത്തോട്ടാണ് ഇനി പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാം നല്ല രീതിയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പൂക്കിപ്പറമ്പ് ഭാഗത്താണ്. പൂക്കിപ്പറമ്പ് ഭാഗത്തുള്ള മെർജിങ് പോയിൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്ത് മഞ്ഞ പെയിൻറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടില്ല. ലൈൻ മാർക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചെനക്കൽ ഭാഗത്തേക്കുള്ള പോകുന്നത്. ചെനക്കൽ ഭാഗത്തുനിന്ന് നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്ക് പോകാം. അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ ചെനക്കൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചെനക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ മാറ്റം, ഈ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് പുതുതായിട്ട് തായ് ഭാഗത്തു കൂടെ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഇവിടെ കാണിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് ടാറിങ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ ടാറിങ് കഴിഞ്ഞ് ഈ ഭാഗത്തു കൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ അടിയിലൂടെ രണ്ട് ഭാഗത്തേക്കും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചെനക്കൽ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇപ്പോൾ ടാറൊഴിച്ച് സിമെൻറ്റ് മിക്സൊക്കെ ചെയ്ത് ടാറൊഴിച്ച് ഒരുക്കിയിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് കുറഞ്ഞ ഭാഗത്തും ടാറിങ് കഴിഞ്ഞ് റോഡ് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ആ ഭാഗത്തൊക്കെ തുറന്നു കൊടുക്കുകയാണ്. ഇനി നമുക്ക് രണ്ടത്താണി ഭാഗത്തേക്കാണ് പോകുന്നത്. രണ്ടത്താണി ഭാഗത്താണ് പുതുതായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയ ഭാഗത്താണ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റോട്ടിലേക്ക് കയറാൻ പറ്റിയില്ല, ഒരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ഈ ഹൈവേയിലൂടെ കുറേ അങ്ങോട്ട് പോയിട്ടാണ്. ഇപ്പം നമ്മൾ പുത്തനത്താണി ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. പുത്തനത്താണി ഭാഗത്തേക്ക് വരുമ്പോൾ ഇടത് സൈഡിൽ നമുക്ക് കാണാം ടാറിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞതാണ്. ഇനി ഫൈനൽ കോട്ട് ടാറിങ് ആണ് നടക്കുന്നത്. ഈ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് കണ്ട് ടാറിങ് ആണ് നടക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്താണ് നമ്മളിപ്പോൾ കണ്ടത് ലൈൻ മാർക്കിംഗ് നടക്കുന്നത്. വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിയിരിക്കൽ വീട്ടുകൂടലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പല രീതിയിലുള്ള വർക്കുകൾ ഒരേ സമയത്ത് നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ് നടക്കുന്നുണ്ട്, ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ടാറിങ് ആണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും വീഡിയോകൾ മിക്സാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഭാഗത്ത് ഈ പോകുന്ന വഴിയിൽ കുറച്ച് ഭാഗത്തൊക്കെ വീണ്ടും ലൈൻ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ സിമൻറ്റ് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ സിമൻറ്റ് ഗ്രൈൻഡ് ചെയ്ത് കളയുക, അങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെയൊക്കെ ഇപ്പോൾ നടക്കുന്നത്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാഴ്ച, നല്ലൊരു കാഴ്ച. നമുക്ക് മുന്നോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ വരെയാണ് ഞാൻ വന്നത്. ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഈ ഭാഗത്ത് നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് വാൾ പൊട്ടിപ്പോയതൊക്കെ കാണാം. ഇവിടുന്ന് നമ്മൾ വീണ്ടും പുത്തനത്താണി നിന്ന് രണ്ടത്താണി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി രണ്ടത്താണി ഭാഗത്ത് നിന്ന് ചെനക്കൽ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ട് അവസാനിപ്പിക്കുക. ആ ഭാഗത്തേക്ക് പോകുമ്പോഴും വർക്കുകൾ പല ഭാഗത്തും പുതുതായിട്ടുള്ള വർക്കുകൾ വീണ്ടും കാണാനുണ്ട്. കുറച്ച് ഭാഗത്ത് ലൈൻ മാർക്കിങ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗത്ത് പെയിൻറ്റിങ്, അതുപോലെ അണ്ടർപാസുകൾ ഓവർപാസുകൾ വരുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് പുതുതായിട്ട്. അത് മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കോയിച്ചന ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറഞ്ഞ ഭാഗങ്ങളിലാണെങ്കിലും വളരെ വേഗത്തിൽ പല ഭാഗത്തായിട്ടും വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഹൈവേയിൽ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നമുക്ക് കാണാം ലൈൻ മാർക്കിംഗ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ റോഡ് ക്ലീനിങ് നടക്കുന്നുണ്ട്. അത് കൂടാതെ ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണാം ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് റോട്ടിലുള്ള മണ്ണുകളൊക്കെ വടിച്ചെടുക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കാണ്. രണ്ടത്താണി ഭാഗത്തേക്ക് വരുമ്പോൾ ചില ഭാഗത്ത് ക്യാമറയുടെ കാലുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ വർക്കുകളൊക്കെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെനക്കൽ ഭാഗത്തേക്ക് പോയി നോക്കാം. എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.